ഗോപി ചേട്ടാ ഫോൺ ബെല്ല് അടിക്കണ്ടല്ലോ. നിങ്ങളുടെ തന്നെ. ഹലോ, ആരാണ്? ഗോപിയാണ്. എപ്പോ? അതെ, ഞാൻ എത്തിക്കഴിഞ്ഞു. എന്താണ് ഇത് കാലത്ത് തന്നെ ആണുങ്ങൾ കുളിക്കണോടത്താണോ ഒളിഞ്ഞു നോക്കാൻ വന്നിരിക്കണത്? അല്ല ഗോപി ചേട്ടാ, എന്താ ഈ കുളിയും പകുതിയാക്കി തിരക്കിട്ട് എവിടേക്കത്? ഒന്നും പറയണ്ട, ബസ് സ്റ്റോപ്പിലെ മാഷിന്റെ ഭാര്യ കുഴഞ്ഞു വീണു. ഞാൻ ചെന്നില്ല, ആകെ പ്രശ്ന. നിങ്ങളെ എൻ്റെ ഈ മുണ്ടും ഈ സോപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, പേസ്റ്റൊക്കെ, അതൊക്കെ ഒന്ന് വീട്ടിലെത്തിച്ചേക്കെ. ഗോപി ചേട്ടാ തുണി എടുത്തോ, നാട്ടുകാർ ഭ്രാന്തെന്ന് വിളിക്കും. ഫ്ലാഷ് ഗോപിന്നുള്ളു ഭ്രാന്തൻ ഗോപിന്നാക്കും. മുണ്ടെടുത്തോ. വെറുതെ അല്ല, നിനക്ക് ബുദ്ധിയില്ലെന്ന് പറയും. ഇയാളെങ്ങാടാ ഇത് പിടിച്ചോള്? ഇയാളവിടെ താരാണ്? ഇയാളവിടെ നിന്ന് ഉള്ളിപ്പറക്കി എന്തെങ്കിലും ന്യൂസൊക്കെ കിട്ടും, അത് അയാളവിടെ ഫ്ലാഷ് ആക്കി കിടക്കും. വെറുതെ അല്ല ഫ്ലാഷ് ഗോപിന്ന് വിളിക്കുന്നത്. എടാ പണ്ടത്തെ പാണന്മാരില്ലേ, പാടിയെടുക്കൂല, അത് തന്നെ പരിപാടി. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇവിടെ ആരെയും കാണില്ല. രാമേട്ടാ, നമ്മുടെ വേണുമാഷിന്റെ ഭാര്യ കുഴഞ്ഞൂണ് ഇവിടെ അല്ലേ? എന്നിട്ട് എവിടെ? വീണതൊക്കെ ഇവിടെ തന്നെ. തനിക്കിപ്പോൾ എന്താ വേണ്ടേ? എടോ, വീഴലും കഴിഞ്ഞു, ആമ്പിള്ളേർ വന്ന് ആംബുലൻസിൽ കൊണ്ടുപോകലും കഴിഞ്ഞു. ഏത് വഴിക്കാണ് കൊണ്ടുപോയത്? നിങ്ങൾ കണ്ടോ? ഈ വഴിക്കാണെങ്കിൽ തിരുവാണിക്കാവ് അമ്പലത്തിന്റെ അടുത്ത് റോഡ് കുത്തിപ്പൊളിച്ചിട്ടൊക്കെ. അപ്പുറത്തെ വഴിയാണ് റെയിൽവേ ഗേറ്റ് ആണ്. ഏത് വഴിക്കാന്ന് ചോദിച്ചാ ഈ വഴിക്കാന്നാ തോന്നുന്നത് അല്ലേ? ഈ വഴിക്കാണ്. ഈ വഴിക്കാണെങ്കിൽ റെയിൽവേ ഗേറ്റ് പെടുമല്ലോ. ഇനി പെടുമോ? ശരി ശരി, എനിക്ക് കുറച്ച് അർജന്റ് പണി ബാക്കിയുണ്ട്. ചെല്ല്. ഇയാൾക്കൊന്ന് വൈകുന്നേരത്തേക്ക് ഒരാൾ പണിയായി. 1000 നോട്ടീസ് എങ്കിലും അടിച്ച് മൂപ്പര് തന്നെ ചെയ്യും. അതെ, കാശുള്ളവർ കളിച്ചാൽ കിട്ടാ. ഇന്നാളത്തെ മാതിരി കടം പറയാൻ പറ്റില്ല. കാശ് കണ്ടു തുടങ്ങിയ പോക്കറ്റ് കാശ് നോക്കടാ. തുമ്മൻ്റെ അടുത്ത് കളി എന്താ മതി. ഫ്ലാഷ് ഗോപി ഒന്നുമില്ല. ഗോപി ചെറിയ ഇരിക്കുക. ഇവിടെ നേതാവേ, താനോട് ചീട്ടും കളിച്ചോണ്ടിരുന്നോ? നാട്ടിലൊരു പ്രശ്നം ഉണ്ടായ മുന്നിൽ നിന്ന് കാര്യം നടത്തേണ്ട ആളല്ലേ താൻ? അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നം ഉണ്ടായി ഗോപിയെ? നേതാവേ ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ വേണുമാഷിന്റെ ഭാര്യയില്ലേ ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞു വീണു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എപ്പോഴാ സംഭവം ഉണ്ടായേ? അല്പം മുമ്പ്. ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നവരും ചായക്കടയിൽ ഉണ്ടായിരുന്നവരും കൂടെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അന്ന് പിന്നെ മേടിക്കാനൊന്നുമില്ല. അത് കളിക്കണോ? ഒന്നും പറയാറായിട്ടില്ല. എങ്കക്കാട് വഴിയാണ് പോയേക്കണത്. കഷ്ടകാലത്തിന് ഗേറ്റഡ് എങ്ങാൻ കിട്ടിയ സംഗതി കൈവിട്ടു പോകും.
ആനയില്ലെങ്കിൽ പൂരത്തിന്റെ പകിട്ട് കുറയുന്നാണ് എന്റെ അഭിപ്രായം. തിടമ്പേറ്റി ആന നിൽക്കുന്നിടത്ത് തിടമ്പം പിടിച്ചിട്ട് തിരുമേനി എന്നാ എന്ത് ചന്താറുണ്ട്. പിന്നെ ബൈക്ക് ഇടിച്ചിട്ട് എത്ര പേര് പറ്റിക്കണ്ടെന്നറിയോ? എന്നിട്ട് ആരെങ്കിലും ബൈക്ക് നിരോധിക്കണ്ട? ഇല്ല. അതുപോലെ തന്നെ KSRTC ചിരിച്ചിട്ട് അപകടം മരണം ഇതൊക്കെ രാഷ്ട്രീയാടോ. നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഒരു സംഭവം ഉണ്ടായി. എന്റെ പൊന്നു ഗോപിയെ, താൻ ആദ്യം വന്നുകൂടി ഇരിക്കി, എന്നിട്ട് ആ ശ്വാസൊക്കെ വിട്ട് സമാധാനായിട്ട് കിതപ്പൊക്കെ മാറ്റി ഒന്ന് പറ. ഏയ് ഇരിക്കാനൊന്നും നേരൂല, ഒരു അടിയന്തര കാര്യമുണ്ട്, കുറെ പേരെ അറിയിക്കാനുള്ളതാ. എൻ്റെ ഗോപിയേട്ടാ, ആദ്യം ഇവിടെ ഒന്ന് ഇരി, എന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് പറയും. ഏയ് അതിനൊന്നും നേരൂല. ഇവിടെ വേണുമാഷിന്റെ ഭാര്യയില്ലേ കുഴഞ്ഞു വീണ് ആസ്പത്രിക്ക് കൊണ്ടുപോയൊക്കെ. താനിത് എങ്ങനെ അറിഞ്ഞേ? ഇത് നടക്കുമ്പോ താൻ അവിടെ ഉണ്ടായിരുന്നോ? ഏടോ നാരായണൻകുട്ടിയാണ് പറഞ്ഞത്. അവൻ പിന്നെ 24 മണിക്കൂറും ബസ് സ്റ്റോപ്പിലാണല്ലോ. കുഴപ്പമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം രാവിലെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഈ പാവേ. അത് മാത്രല്ല, വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് നടന്നു വന്ന് പ്രദക്ഷിണവും വെച്ചിട്ട് തിരിച്ച് ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോയില്ലേ? ചിലപ്പോ അതായിരിക്കും സാധ്യത തലറങ്ങി വീഴാനായിട്ട്. ശരി എന്നാ ഞാൻ പോക്കോട്ടെ, 2 സ്ഥലത്തും കൂടെ ഈ ന്യൂസ് എത്തിക്കാനുണ്ട്. ബസ് സ്റ്റോപ്പിൽ എന്തായിരുന്നു ഒരാൾക്കൂട്ടം? വേണുമാഷിന്റെ ഭാര്യയില്ലേ ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞു വീണു. അത്രക്ക് സീരിയസ് ആണോ? ആരൊക്കെ ഓടിപ്പോയി ആംബുലൻസ് വിളിച്ചിട്ടുണ്ടോന്ന് അവർ ആസ്പത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഡോക്ടറെ, ഞാൻ ഓഫീസിലേക്ക് വരുന്ന കാലത്ത് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ മാഷും ടീച്ചറും വരുന്നത് കണ്ടു. ടീച്ചർ ബസ് സ്റ്റോപ്പിലേക്ക് കയറിയല്ല, തല കറങ്ങി വീണു. നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴേക്കും ഓടിച്ചെന്നു. ഞാൻ ചായക്കടയിൽ ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സംഭവം. ഉടനെ തന്നെ ചായക്കടയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തോന്ന് ചേച്ചിയുടെ മുഖത്ത് തെളിച്ച്. പക്ഷെ ബോധം വന്നില്ല. അപ്പോഴേക്കും നാട്ടുകാരെ ആരെ വിളിച്ചിട്ട് അവിടെ ആംബുലൻസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആംബുലൻസിൽ ഞാനും കൂടി മാഷയും ടീച്ചറും കയറ്റിയിട്ട് വേഗം ആശുപത്രിയിലേക്ക് പോരുമ്പോൾ ഗേറ്റിന്റെ അവിടെ ഒരു 10 മിനിറ്റ് മാക്സിമം വൈകിട്ടുണ്ടാവും. അധികം വൈകില്ല, ഒരു 10 മിനിറ്റ്. പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് എത്തിച്ച്. ഒന്ന് വേഗം നോക്കൂ ഡോക്ടറെ, ചേച്ചീനെ. ചേച്ചിയുടെ കൂടെ ചേട്ടാ ആ കൗണ്ടറിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. പോണ്ട് വിളി പോണ്ട്. മാസ്റ്റർ ഭാര്യനെ കാഷ്വാലിറ്റിയിൽ കയറ്റിണ്ട്. ഡോക്ടർമാരെല്ലാവരും കൂടി നോക്കണേ. മാഷൊന്നും വിളിക്കണ്ട, മാഷ് ഒത്തിരി ടെൻഷനില്ല. അപ്പൊ അത്യാവശ്യം നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ ഇവിടെ ഉണ്ടാവും ഫുൾ ടൈം. മാഷ വിളിക്കരുത്. ആ ശരി ഓക്കെ. എന്താ ശരിക്കും സംഭവം എന്ന് പുള്ളിക്ക് പോലും മനസ്സിലായിട്ടില്ല. കാഷ്വാലിറ്റി കെറ്റുന്നാണ് പറഞ്ഞേക്കണേ. കാഷ്വാലിറ്റി അതൊന്നും പുള്ളിക്ക് അറിയാൻ പാടില്ല. അതാണ് അവസ്ഥ. ഓ കാഷ്വാലിറ്റിയിലാണോ? ഒന്നാ പേടിക്കാനൊന്നും ഉണ്ടാവൂല. അത് ശരിയാ. നമ്മൾ എന്ത് അസുഖമായിട്ട് ഒരു ആംബുലൻസിൽ ആശുപത്രിക്കാണ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേരെ കാഷ്വാലിറ്റിക്ക് കയറ്റാം. ഇതൊന്നും അത്ര പേടിക്കാനൊന്നുമില്ല എന്ന് എനിക്ക് തോന്നണ കേട്ടാ. കടുപ്പത്തിൽ ചായ എപ്പോ ശരിയാക്കി തരാം. എടോ നമ്മന്റെ ബീവി ശ്രദ്ധിച്ചപ്പോഴും കാഷ്വാലിറ്റിക്കാണ് കൊണ്ടുപോയത്. പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഓൾക്ക് ഗർഭമുണ്ടെന്ന്. അതാണ് അവള് ഛർദിച്ചത്രേ. എന്നിട്ട് അവരൊന്നിട്ട് ചെയ്തത് എന്ത് ചെയ്യാൻ? ഛർദിക്കുള്ള മരുന്നും മേടിച്ച് പുരയിലേക്ക് പോയി. കാഷ്വാലിറ്റി ഒന്നും അത്രയൊക്കെ ഉള്ളൂ. അല്ലടോ കാക്ക, തന്റെ 4ാമത്തെ ഗർഭിണിയായ ഗർഭുണ്ടാവാൻ തൊട്ടിത്ര പ്രയാസം. എടോ താൻ കല്യാണം കഴിക്കാത്ത കാരണം എനിക്ക് ഇങ്ങനത്തെ സംശയം തോന്നണേ. എടോ നായരെ, ഈ ഗർഭം എന്തായാലും പ്രസവിക്കലും നമ്മളൊരാൾക്ക് ഒത്തിരിയല്ല. പക്ഷെ ഛർദിക്കല് അതിതാദ്യം. ഇതിനു മുമ്പുള്ള ബീവിമാരൊന്നും ഇതുപോലെ ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് നമുക്കൊരു സംശയം വന്നത്. എന്തായാലും അടുത്ത തവണ ശ്രദ്ധിച്ചാൽ നമുക്ക് പേടി ഉണ്ടാവില്ല. അപ്പൊ താൻ ഇതുകൊണ്ടും നിർത്താൻ ഉദ്ദേശമില്ലെന്ന് സാരം.
അത് കൊള്ളാം. ആ ശരി എന്നാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാലേ എൻ്റെ സമയം പോവും. എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്, കുറെ സ്ഥലങ്ങളിലേ പോവാനുണ്ട്. ശരി എന്നാ. കാശ് എവിടോ? എടാ ചായ പിടിച്ചതിന്റെ കാശല്ലേ, പറ്റില്ല ഇതേക്ക്. ഇത് എന്ന് വരാനത് എന്ന് തന്നെ ഇപ്പൊ അല്പം ധൃതിയുണ്ട്. ഓ പിന്നെ കളക്ടറുടെ പണിയല്ലോ, ചെല്ലിയല്ലേ സമയം കളയണ്ട. എന്തൊരു ജന്മോടോ. ഓ സമ്മതിക്കണം, ഇങ്ങനെ ഓരോ ജന്മങ്ങള്. മാസ്റ്റർ ഭാര്യക്ക് സീരിയസ് ആണെന്ന് തോന്നണേട്ടാ. ഡോക്ടർമാരെല്ലാവരും അങ്ങോട്ട് ഓടുന്നുണ്ട്. ICUലേക്ക് ആക്കിയേക്കണേ ഇപ്പോഴേ. അപ്പൊ അത് കാരണം ICUലേക്ക് തന്നെയാണ് എല്ലാവരും ഓടണേ. എന്താ പറയാറ് എനിക്ക് തോന്നണ സംശയം ഇത്തിരി മെനക്കെട തന്നെയാണ് കേസ്. അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിച്ചോളാം. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ ആരും എന്നെ വിളിക്കണ്ടേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടാ. ഇത്തിരി സീരിയസ് ആണ്. അതാ ഫോൺ അടിക്കുന്നു. എന്താ മോളെ? ആദ്യം അച്ഛൻ ആ സാധനം ഓഫ് ചെയ്ത് വെച്ചേ. ആരാ? സോമശേഖരൻ അങ്കിളാന്ന് തോന്നുന്നു. ഒന്ന് പിടിച്ചേ, ഞാനത് പിടിച്ചോണ്ടിരിക്കണോ? കുറച്ചേരം പിടിച്ചേക്കുന്നു. ആ പറയൂ സോമ. ശ്രീലത ചേച്ചിക്ക് സീരിയസ് ആന്ന് ഡോക്ടർ പ്രത്യേകം പറയാൻ പറഞ്ഞു. അയ്യോ, അപ്പോ അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞു. മാഷ് അടുത്തുണ്ട്, പക്ഷെ മാഷർക്ക് ഒന്നും പറയാൻ പറ്റില്ല. മാഷ് ഇത് അറിഞ്ഞപ്പന്നെ ഭയങ്കര ടെൻഷനിലാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യേണ്ട, അടുത്ത വീട്ടിലൊന്ന് പറയോ ശ്രീലത ചേച്ചിക്ക് സീരിയസ് കഴിഞ്ഞാല് ഞാനിവിടെ ഉണ്ട്, എന്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതിട്ടാ. കഴിഞ്ഞാൽ മാഷക്ക് ഇത് അറിഞ്ഞപ്പന്നെ തീരെ വെള്ളം പോലും കഴിച്ചിട്ടില്ല, മാഷക്ക് എടുപ്പാണ്, ടെൻഷനിൽ തന്നെ ഇരിക്കുന്ന ആള്. അപ്പൊ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇവിടെ ഉണ്ടാവും. ശരി സോമ, എന്റെ ഈ നമ്പറിൽ വിളിക്കോട്ടാ. ഓക്കെ 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 ഓക്കെ. ആ അറിഞ്ഞില്ലേ മാഷ ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അയ്യോ, എന്താ പറ്റിയ? ആരും പറഞ്ഞില്ല. മാഷും ഭാര്യയും കൂടി എവിടേക്കോ പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നാ. പെട്ടെന്ന് മാഷ ഭാര്യ തലകറങ്ങി കുഴഞ്ഞു വീണു. ആ ചായക്കടയിലുണ്ടായിരുന്ന എല്ലാവരും കൂടി ആംബുലൻസ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഭയങ്കര സീരിയസ് ആണെന്നാണ് സോമശേഖരൻ നായർ വിളിച്ചു പറഞ്ഞത്. എന്തപ്പോ അങ്ങനെ സംഭവിക്കാൻ കാരണം? രണ്ടുപേരും നല്ല ആരോഗ്യമുള്ളവരാണ്, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടുമില്ല. അവരെന്താ കാലത്തും കൂടി അമ്പലത്തിൽ വെച്ച് കണ്ടേ ഉള്ളൂ. വെഡിങ് ആനിവേഴ്സറി ആണ്, വീട്ടിൽ വരണം, ഊണുണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു. പാർത്തായിട്ടപ്പോ ഞാൻ തന്നെ ഷോക്കായി പോയി. അവര് പൊതുവെ ആരോഗ്യ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയുള്ളവരാ. രാവിലെ വൈകുന്നേരം നടക്കാൻ പോകും. അതെ, ഞാൻ നടക്കാൻ പോകുമ്പോ പലപ്പോഴും അവരെ കാണാറുണ്ട്. സത്യത്തില് നടത്തത്തിൽ അവര് നമ്മളെക്കാൾ ചെറുപ്പാ. അത്രയ്ക്ക് എനർജറ്റിക് ആയിട്ട് അവരുടെ നടത്തം. കൊറോണ വന്ന ശേഷം പലരും ഇതുപോലെ അപ്രതീക്ഷിതമായിട്ട് കുഴഞ്ഞു വീഴുന്നുണ്ട്. അതെ, പക്ഷെ അതൊക്കെ ചെറുപ്പക്കാരിലും മധ്യവയസ്കരിലൊക്കെയാണ്. ഈ പ്രായമായവരിൽ അങ്ങനെ സംഭവിച്ച് കണ്ടിട്ടില്ല. എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായി പോയി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടാ. ഇന്നൊരു ഇത്തിരി തിരക്കുള്ള ദിവസമായിരുന്നാ. അത് നോക്കണ്ട, എപ്പോഴായാലും വിളിച്ചോ. ശരി എന്നാ. നമ്മളെ ഫോണകത്ത് കൊണ്ടുവയ്ക്കുക. ഞാൻ ഈ വണ്ടി ഒന്ന് കഴുകി തീർക്കട്ടെ. കഴിഞ്ഞിട്ട് പറ്റിയെങ്കിലൊന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. ആ ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാ ജോലിക്കാരും ഉണ്ടാ? ആരും ലീവല്ലല്ലോ? ഞാൻ ഉച്ചവരെ ഉണ്ടാവില്ല, ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. എന്ത് പറ്റി സാർ? ഇന്നലെ പോകുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അയ്യോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ സുഹൃത്ത് വേണുമാഷിന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്, അല്പം സീരിയസാ. അതെന്ത് പറ്റിയ സാർ? അവരെവിടേക്കോ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ കാത്തു നിന്നാ പെട്ടെന്ന് തല കറങ്ങി വീണ്. അല്പം സീരിയസ് ആണെന്നാണ് സദാശിവൻ നായർ പറഞ്ഞത്. അവരെ കൂടെ നിൽക്കാൻ ആരില്ലാത്തതുകൊണ്ട് എനിക്ക് പോകാതെ പറ്റില്ല. അതെന്താ സാർ? അദ്ദേഹത്തിന്റെ മക്കളൊക്കെ വിദേശത്താണ്. അവർക്ക് കുട്ടികളൊന്നുമില്ല, പിന്നെ ബന്ധുക്കളും കുറവാണ്. സഹായത്തിന് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഉള്ളൂ. എന്തായാലും ഞാൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് അവിടുത്തെ സാഹചര്യം നോക്കിയിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ചിലപ്പോൾ എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കാണാമെന്ന് പറയാം. ഓക്കെ, ശരി എന്നാ. ഹലോ, ശ്രീലത ചേച്ചിക്ക് ഈ കൂടുതലാണ് കേട്ടാ. അപ്പൊ ഡോക്ടർ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും അറിയിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോ ഇനി ഒന്നും മറക്കാനില്ല. ഡോക്ടറുടെ ഭാഷയെന്ന് ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരോടും പറയാ. ശ്രീലത ചേച്ചിക്ക് കൂടുതലാന്ന് പറയാ. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലും പറഞ്ഞോളൂട്ടാ. ആരാന്നോ ഫോണില്? അച്ഛനാ മോളെ. എന്താ വിശേഷം? അച്ഛൻ എവിടേക്കാ പോയത്? കാലത്ത് പോയതാണല്ലോ, ഇതുവരെയായിട്ടും വന്നില്ലല്ലോ. അച്ഛൻ ഹോസ്പിറ്റലിൽ പോയതാണ് മോളെ, അതല്ലേ വരാത്തത്. അതെന്താ അച്ഛൻ ഹോസ്പിറ്റലില്? അത് മോൾ അറിഞ്ഞില്ലേ? നമ്മുടെ വേണുമാഷിന്റെ ഭാര്യയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കുഴഞ്ഞു വീണു. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ കൂടെ അച്ഛനും കൂടെ പോയേക്കുവാ. അതെയോ? സീരിയസ് ഒന്നും അല്ലല്ലോ അല്ലേ? വളരെ സീരിയസ് ആണ് അത്രേ. അതാണ് ഇപ്പൊ അച്ഛൻ ഫോൺ വിളിച്ച് പറഞ്ഞത്. സീരിയസ് എന്ന് പറഞ്ഞാ? സീരിയസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സീരിയസ് ആണെന്നാ പറഞ്ഞത്. വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോളാൻ നേഴ്സുമാര് പറഞ്ഞു. ഇപ്പൊ അച്ഛൻ വിളിച്ചു പറഞ്ഞത്. ഏയ്, അത്രയ്ക്കൊന്നും സീരിയസ് ആവില്ലെന്നേ. നേഴ്സുമാര് വെറുതെ ആളെ പീഡിപ്പിക്കാൻ പറയണായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. ബന്ധുക്കളല്ലെങ്കിലും ബന്ധുക്കളേക്കാൾ വലിയ സ്നേഹവും അടുപ്പമായിരുന്നു വേണുമാഷിനും ഭാര്യയ്ക്കും നമ്മുടെ കുടുംബത്തോടുണ്ടായിരുന്നത്. ഏത് അർദ്ധരാത്രിയാണെങ്കിലും എന്താവശ്യത്തിന് വിളിച്ചാലും മാഷും ഭാര്യയും ഓടി വരും. നീ കുട്ടിയായിരുന്ന കാലത്ത് മിക്കവാറും ദിവസങ്ങളിലും ചേച്ചി നമ്മുടെ കൂടെ തന്നെയായിരുന്നു. അതെന്താ? അതൊന്നും നിനക്ക് അറിയില്ല മോളെ. നീ കുഞ്ഞായിരുന്നപ്പോൾ എന്നും രാത്രിയിൽ നിനക്ക് ഛർദിയും ശ്വാസം മുട്ടലും ആയിരുന്നു. മരുന്നും സിറപ്പും ഒക്കെ തന്ന് പുലരുന്നവരെ നിന്നെ തോളിലിട്ട് ഉറക്കിക്കൊണ്ടിരുന്നത് ഈ ചേച്ചി തന്നെയാണ്. എൻ്റെ ഭഗവാനെ, ശ്രീലത ചേച്ചിയുടെ ആയുസ്സിന് ഒരു ദോഷവും വരുത്തല്ലേ. മിസ്സസ് ശ്രീലതയുടെ ഹസ്ബൻഡാണ് അല്ലേ? ഞാൻ ഡോക്ടർ ആൻ്റണി, എമർജൻസി മെഡിസിനിലെ ഡോക്ടറാണ്. മിസ്സസ് ശ്രീലതയ്ക്ക് ആക്ച്വലി വന്നതൊരു കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. ഹൃദയസ്തംഭനം എന്ന് പറയും. ഹൃദയസ്തംഭനം വരുമ്പോൾ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും CPR ആരംഭിച്ചു. നമ്മൾ കുറച്ചധികം നേരം ശ്രീലതയ്ക്ക് CPR കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്താനും കുറച്ച് ഡിലേ ആയല്ലോ. അപ്പം നമ്മൾ പരമാവധി പരിശ്രമിച്ചിട്ടും നമുക്ക് മിസ്സസ് ശ്രീലതേനെ നമുക്ക് രക്ഷിക്കാനായില്ല. അതുകൊണ്ട് മിസ്സസ് ശ്രീലത മരിച്ചു. ഇതാണ് മിസ്സസ് ശ്രീലതയുടെ ECG. 11:30 മരണസമയം.
അന്ധകാരമണയുന്നു താളഭംഗങ്ങളോടെ നടനമാടുന്നു ഹൃദയം തെന്നലേ നിന്റെ കൈകളാൽ എന്നെയൊന്നു പുൽകിടുമോ സദയം ഇനിയും ഒന്നുറങ്ങിടുവാൻ മനമൊന്നുറങ്ങിടുവാൻ അലയടിച്ചെത്തിടുന്നു ആർത്തനാദങ്ങളുള്ളിൽ ചിറകൊടിഞ്ഞ മോഹങ്ങൾ കനലിൽ കരിഞ്ഞു വീഴുമ്പോൾ അലയടിച്ചെത്തിടുന്നു ആർത്തനാദങ്ങളുള്ളിൽ ചിറകൊടിഞ്ഞ മോഹങ്ങൾ കനലിൽ കരിഞ്ഞു വീഴുമ്പോൾ തെന്നലേ നിന്റെ കൈകളാൽ എന്നെയൊന്നു പുൽകിടുമോ സദയം ഇനിയും ഒന്നുറങ്ങിടുവാൻ മനമൊന്നുറങ്ങിടുവാൻ ഒന്നുറങ്ങിടുവാൻ മനമൊന്നുറങ്ങിടുവാൻ തെന്നലേ നിന്റെ കൈകളാൽ എന്നെയൊന്നു പുൽകിടുമോ സദയം ഇനിയും ഒന്നുറങ്ങിടുവാൻ മനമൊന്നുറങ്ങിടുവാൻ മാം ഡോക്ടർ ആന്റണി കളിയത്തിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഡോക്ടർ ആന്റണി കളയല്ലേ? ആ ഡോക്ടറെ ചിലപ്പോ റൗണ്ട്സിലായിരിക്കും. സാർ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യോ? വലിയ താമസം ഉണ്ടാവോ? ഓ ഇല്ല, ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തോ. ഓക്കെ മാം, ഓക്കെ മാം. ചേട്ടാ ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ. OP-ക്ക് പോയിക്കോളൂ കേട്ടോ. ഡോക്ടർ ആന്റണി? ആ അതെ, ഞാൻ കഴിഞ്ഞ ദിവസം മരിച്ച ശ്രീലതയുടെ ഹസ്ബൻഡ്. ഓക്കെ 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 ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി അല്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ വന്നത് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊന്നും ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. ആക്ച്വലി പുള്ളിക്കാരത്തിക്ക് വന്നതൊരു ഹൃദയസ്തംഭനമാണ്. അതായത് ഹൃദയം നിലച്ചു പോകുന്ന ഒരു അവസ്ഥ, കാർഡിയാക് അറസ്റ്റ് എന്ന് പറയും. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കുഴഞ്ഞു വീഴുന്നതും കാർഡിയാക് അറസ്റ്റ് അല്ല. ഇപ്പൊ നമ്മള് അസംബ്ലിയുടെ ഇടയിൽ കുഴഞ്ഞു വീഴുക, അല്ലെങ്കിൽ ഷുഗർ ഡൗൺ ആയിട്ട് കുഴഞ്ഞു വീഴുക, അല്ലെങ്കിൽ നമ്മളെ BP ഡൗൺ ആയിട്ട് കുഴഞ്ഞു വീഴുക, അപ്പൊ അതൊന്നും കാർഡിയാക് അറസ്റ്റ് അല്ല.
കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു വീഴുന്ന വ്യക്തിക്ക് നമ്മൾ പൾസ് ഇല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ ഈ പൾസ് അല്ലാട്ടോ നോക്കുന്നത്. നമ്മളെല്ലാവരും എല്ലാവരും കൈ പിടിച്ച് പൾസ് ഉണ്ടോ നോക്കുള്ളൂ. അതെ 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 ശരിക്കും അങ്ങനെയല്ല. ആ സമയത്ത് ആ പൾസ് ഒന്നും കിട്ടണമെന്നൊന്നുമില്ല. BP ഒക്കെ ഒരു കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയില് നമ്മൾ എപ്പോഴും വരികയെന്ന് വെച്ചാല് ഇവിടെ കഴുത്തിന്റെ ഭാഗത്ത് ഒരു ആർട്ടറി പോകുന്നുണ്ട് ഹൃദയത്തിലേക്ക് ഡയറക്റ്റ്. ഇവിടത്തെ പൾസ് ഒരു 10 സെക്കൻഡ് ഈ 3 വിരല് വെച്ചിട്ട് നോക്കിയിട്ട് ആ പൾസ് ഇല്ലെങ്കിലാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹൃദയം നിലച്ചു എന്ന് നമ്മൾ പറയാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയാം. അപ്പൊ ആദ്യം നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്താന്ന് കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ CPR എന്നുള്ളത്. അപ്പൊ നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോ അങ്ങനെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഈ CPR എത്ര സമയത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണം? അതെ, CPR എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാല് കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ്. ഇപ്പോ ഞാനിപ്പോ ചോദിച്ചത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. CPR എപ്പോ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് എപ്പോ കണ്ടുപിടിച്ചു ആ നിമിഷം സ്റ്റാർട്ട് ചെയ്യാനാണ് അതിന്റെ കറക്റ്റ് ഇത്. മനസ്സിലാക്കി അപ്പൊ തന്നെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ റീസൺ ഇതാണ്. ഇപ്പോ ഹൃദയം നിലയ്ക്കുമ്പോ അല്ലെങ്കിൽ ഹൃദയം മിടിപ്പ് നിലയ്ക്കുമ്പോ ബ്രെയിനിലോട്ടുള്ള രക്തം പമ്പിങ് കുറയുന്നല്ല നില്ലായിരിക്കും. ഹാർട്ട് ഒരു പമ്പിങ് ഓർഗൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ബോഡിയിലേക്ക് രക്തം എല്ലായിടത്തേക്ക് എത്തിക്കുന്നത് ഹാർട്ട് പമ്പിങ് വഴിയാണ്. ഹാർട്ട് പമ്പിങ് നിൽക്കുമ്പോ ബ്രെയിൻ കോശങ്ങളിലേക്ക് രക്തം എത്തില്ല. രക്തം എത്താതെ വരുമ്പോൾ ഒരു 5 മിനിറ്റ് രക്തം ബ്രെയിൻ കോശങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ ബ്രെയിൻ കോശങ്ങൾ പെർമനന്റ് ആയിട്ട് ഡാമേജ് ആവും. പിന്നെ നമുക്ക് എത്ര നേരം കഴിഞ്ഞിട്ട് CPR പിന്നീട് തുടങ്ങിയിട്ട് നമുക്ക് പൾസ് തിരിച്ചു കിട്ടിയിട്ട് കാര്യമില്ല. കാരണം ബ്രെയിനിലെ സെൽസ് എല്ലാം നശിച്ചല്ലോ, അപ്പൊ ബ്രെയിൻ പോയി. പിന്നെ ഒരു കോമ സ്റ്റേജിൽ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് നമ്മൾ CPR കുറച്ച് നമുക്ക് പേഷ്യന്റ് എത്താൻ വൈകി പോയല്ലോ. അത് ഞങ്ങൾക്ക് ക്ലോസ് ഒക്കെ കിട്ടി. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. ഞങ്ങൾ എത്തി. അതുകൊണ്ടാണ് നമ്മൾ CPR അപ്പൊ തുടങ്ങുകയും ചെയ്തു. നമുക്ക് തന്നെ അറിയാം 5 മിനിറ്റ് 6 മിനിറ്റ് ഡിലേ ആയി. പക്ഷെ എന്നിരുന്നാലും എന്തെങ്കിലും ഒരു പോസിബിലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ളത് കൊണ്ടാണ് അത്ര മിനിറ്റ് വൈകിയാലും നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത്ര വൈകി തുടങ്ങിയാലും ഇപ്പൊ നമുക്കും അറിയാം ഒരുപക്ഷെ പേഷ്യന്റിനെ നമുക്ക് തിരിച്ചു കിട്ടണം എന്നില്ല. അതുകൊണ്ട് അറ്റ് ദി ഏർലിയസ്റ്റ് ഏറ്റവും മുമ്പിൽ അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ അതാണ് ഇപ്പോഴും CPR സ്റ്റാർട്ട് ചെയ്യേണ്ട കറക്റ്റ് ടൈം. ഞാൻ ആ സംശയങ്ങളൊക്കെ തീർക്കാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ പോകുന്നത്. വെരി ഗുഡ് വെരി ഗുഡ്. അവിടെയൊക്കെ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാലോ എന്ന് വിചാരിച്ച സംശയം വന്നതാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു. പിന്നെ അത് മാത്രല്ല CPRന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ CPRന്റെ ഒരു ക്ലാസ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് അതിന് പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് കാണാലോ. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് കാണാം. ഞാൻ തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമുക്ക് അതൊരു ടൈമും സൗകര്യവും നോക്കിയിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പൊ കാണാം ഇനി. ഓക്കെ ഓക്കെ, യു ആർ വെൽക്കം. ഓക്കെ, ശരി. പക്ഷേ ഇന്നലെ കണ്ടില്ല. എന്തു പറ്റി? ഞാൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിരുന്നു. എന്തു പറ്റി? അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ലല്ലോ മാഷ്. ചേച്ചിക്കും അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? എന്തായാലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ നേരത്തെ എത്തിക്കൊള്ളണം. കാരണം ഇനിയൊരു ദുരന്തം നമുക്ക് ആവർത്തിച്ചുകൂടാ. എനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയതല്ല. വൈഫിന്റെ പെട്ടെന്നുള്ള മരണത്തിലേ എന്തൊക്കെ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പം അതിനെ കുറിച്ചൊന്ന് ചോദിച്ചറിയാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഡോക്ടർ പറഞ്ഞു അത് കാർഡിയാക് അറസ്റ്റ് എന്നാണ്. അതിനുള്ള പ്രാഥമിക ശുശ്രൂഷ കൊടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു.
പ്രാഥമിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മളെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ചില്ലേ? അതിൽ കൂടുതൽ എന്താ ചെയ്യാനുള്ളത്? എത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ CPR എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതാണ് പ്രാഥമിക ശുശ്രൂഷ. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആംബുലൻസ് വരാനോ അല്ലെങ്കിൽ ഡോക്ടർ വരാനോ വെയിറ്റ് ചെയ്യരുത്. CPR എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും സത്യത്തിൽ എന്താണ് CPR എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയില്ല. CPR എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കൃത്രിമമായി ശ്വാസോച്ഛ്വാസം കൊടുത്ത് ഹൃദയത്തിന്റെ പ്രവർത്തനം പുനരുജ്ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. അതിനെക്കുറിച്ച് ഡോക്ടർ വിശദമായ ഒരു ക്ലാസ്സും അതിന് ഡെമോൺസ്ട്രേഷനും നടത്തി തരാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. ഈ CPR എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിഞ്ഞാൽ ഇതുപോലെയുള്ള അത്യാഹിതങ്ങളൊക്കെ ഒഴിവാക്കാൻ എല്ലാവർക്കും പറ്റും. ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പോകാന്ന് വിചാരിച്ച ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ചെന്ന് അറ്റൻഡ് ചെയ്യുന്നത് നല്ലത്. കുറച്ച് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ചേ അത് ചെറിയ രീതിയിൽ അവിടെ ഡോക്ടർമാരെ കൊണ്ടുവന്ന് അതിനൊരു ബോധവൽക്കരണ ക്ലാസ്സും അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ കുറച്ച് ജനങ്ങൾക്കെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാവും. അപ്പോൾ ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റിയായില്ലേ? നല്ല കാര്യം മാഷെ. അത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നടത്തണം. അതിൽ കൂടുതൽ കാര്യം ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന മാഷ്ട മനസ്സിനും നല്ല ഉന്മേഷവും ഉഷാറൊക്കെ ഉണ്ടാവും. ഈ കാര്യത്തിൽ ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. എപ്പോൾ എന്ത് കാര്യത്തിന് വിളിച്ചോ ഞങ്ങളുണ്ടാവും. ഇന്നൊരു ഇത്തിരി തിരക്കുണ്ട്. പോകട്ടെ മാഷെ. ശരി. ഫ്ലാഷ് ഓഫ് ഒന്നുണ്ട്. നീ ഇങ്ങനെ മെമ്പറെ എല്ലാരും ഉണ്ടല്ലോ. അതെ താൻ ഈ കഴിഞ്ഞ ദിവസം വരാത്താറിനെ പഴയ വിശേഷങ്ങളൊന്നും അറിയാൻ പറ്റില്ല. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? പഴയ വിശേഷങ്ങളൊന്നും ഗോപി സൂക്ഷിക്കാറില്ലെന്നറിയാല. ഒരു പുതിയ വിശേഷമുണ്ട്, അത് പറയാം. പുതിയത് താൻ കാര്യം പറ. നമ്മുടെ വേണു മാഷിന്റെ ഭാര്യയില്ലേ ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞു വീണതല്ല, പിന്നെ അവര് കാർഡിയോക്ക് അറസ്റ്റ് ആണെന്ന്. എന്താ എടോ കാർഡിയോ അറസ്റ്റ് അല്ല, കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ്. താൻ അത്രയും മനസ്സിലാക്കിയാൽ മതി. എടോ കാർഡിയാക് അറസ്റ്റ് പറഞ്ഞാല് മലയാളത്തിൽ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക്. മനസ്സിലായോ? എടോ പൊട്ട, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. മലയാളത്തിൽ പറയണത് ഹൃദയസ്തംഭനം. മനസ്സിലായോ? ഓ, ഹൃദയസ്തംഭനം. മനസ്സിലായി. അല്ല, അവർക്ക് ഹൃദയസ്തംഭനം വരാൻ എന്താ കാരണം? ഹൃദയസ്തംഭനം ഉണ്ടാവാനേ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ആർക്കും വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും വരാം. അതെ നമ്മന്റെ ഭീമാർക്ക് ഇടക്കിടക്ക് ഹൃദയസ്തംഭനം വരാറുണ്ട്. ഒരു വായു ഗുളികയും മേടിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലോ. എടോ കാക്ക, അത് താൻ തൻ്റെ ഭീമാരുടെ അടുത്ത് പോകാണ്ടിരുന്നാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഈ സ്തംഭനം. പിന്നെ ഇങ്ങനെ പറഞ്ഞാലൊരു കാര്യമുണ്ട്, ഈ ഹൃദയസ്തംഭനം ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷേ ഇതിനൊരു പ്രതിവിധി ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പ്രതിവിധി ഇല്ലെന്ന് ആരാ പറഞ്ഞത്? പ്രതിവിധി ഉണ്ടെന്നേ. അറ്റാക്ക് വരുമ്പോ CPR പോലുള്ള എന്തൊരു സാധനം കൊടുത്ത ആള് രക്ഷപ്പെടുമെന്നാണ് ഞാൻ അറിഞ്ഞത്. CPR അതെന്താ? എനിക്കറിയില്ല. തനിക്കറിയോടോ നായരെ? തനിക്കിത് അറിയാൻ പാടില്ല, പിന്നെ എനിക്ക് എങ്ങനെ അറിയാനാ? ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കണേ. അല്ല അത് പോട്ടെ, താനിതെങ്ങനെ ഇപ്പം എങ്ങനെ അറിഞ്ഞേ? എടോ ആ റോയി വക്കീലിന്റെ കുമ്മസല്ലേ, അയാള് പറഞ്ഞതാണ്. എന്റെ ഗോപി, അപ്പൊ തന്നെ അയാളോട് ചോദിക്കായിരുന്നില്ലേ എന്തൊക്കെ ഈ CPR? അതിന് അയാൾക്ക് എന്ത് കോപ്പറിയാനാ? വക്കീൽ ആരോടെ ഫോണിൽ പറയണേട്ട് അത് വന്ന് എന്നോട് പറഞ്ഞതാ. അത്ര തന്നെ. അപ്പോൾ ഇനി നമുക്കേ മാഷിനെ കാണുമ്പോൾ നേരിട്ട് ചോദിക്കാം എന്താ CPR എന്ന്. ഒന്നുമില്ലെങ്കിൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, നല്ലതല്ലേ? അത് അറിഞ്ഞിരിക്കണം നല്ലതാ. ഇനി ആരെങ്കിലും കുഴഞ്ഞു വീഴുകയോ അറ്റാക്ക് ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ CPR ചെയ്താൽ മാറുമെന്ന് നമുക്ക് പറയാലോ. അതെ, അത് ശരിയാ. ഈ CPR എന്ന് പറഞ്ഞത് വല്ല മരുന്നോ ഗുളിയോ ആണെങ്കിൽ കുറച്ച് വാങ്ങിച്ചു വെക്കാലോ. ആരിക്കാണോ എപ്പോഴാണോ ആവശ്യം തന്നെ പറയാൻ പറ്റൂലല്ലോ. എടോ ഗോപി, ഗുളിക മേടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ചോ. 4-5 ഭീമാരുള്ള നമുക്ക് എപ്പോഴാണ് ഈ സ്തംഭനം വന്നത് പറയാൻ പറ്റില്ലല്ലോ.
എന്റെ പൊന്നു വിചേട്ടാ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ, മാഷാ. ഇരിക്കും മാഷേ. മാഷെ കാണാൻ ഞങ്ങൾ ഒന്ന് രണ്ട് വീട്ടിൽ വന്നിരുന്നു, പക്ഷെ മാഷെ കണ്ടില്ല. ഞാൻ അല്പം തിരക്കിലായിരുന്നു. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇനി കുറച്ച് കാര്യങ്ങളോട് ചെയ്ത് തീർക്കാനുണ്ടേ. അല്ല, എന്തിനാ എന്നെ അന്വേഷിച്ച് നിങ്ങൾ വീട്ടിൽ വന്നിരുന്നേ? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മാഷിനെ ഒന്ന് കാണണം, പിന്നെ ഒന്ന് സംസാരിച്ചിരിക്കണം. ഇങ്ങനല്ലേ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മാഷിന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഇതുവഴി വന്നതേ അടുത്ത ഞായറാഴ്ച പ്രസിഡൻസി ക്ലബിൽ വെച്ച് ആളുകൾ ഇപ്പോൾ വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു അവയർനെസ് ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പം അതിലേക്കായിട്ട് നമ്മുടെ ഈ വായനശാലയിലെ മെമ്പേഴ്സിനെ ക്ഷണിക്കാനായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ പൊന്നു മാഷിനറിയാലോ, വായനശാല പണ്ടത്തെ പോലെ അത്ര സജീവമൊന്നുമല്ല. അങ്ങനെ അധികാരം ബുക്ക് എടുക്കാൻ വരാറുമില്ല. ഈ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന കാലത്തിൽ ബുക്ക് എടുക്കാനും വായിക്കാനൊക്കെ ആർക്കാ നേരം? അത് ശരിയാണ്. ഇപ്പോൾ വായനാശീലമൊക്കെ ഗ്രാമത്തിലായാലും ടൗണിലായാലും പയ്യെ അകന്നുകൊണ്ടിരിക്കുക. ഞാൻ ജസ്റ്റ് ഇതിൽ പോയപ്പോൾ ഒന്ന് കയറിയെന്നുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ് നടക്കുന്നുണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ മെമ്പേഴ്സിനെ ആരെങ്കിലും ഒഴിവുള്ളവർ ഒന്ന് പങ്കെടുപ്പിക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുപ്പിക്കാം. പൊതുജനങ്ങൾക്കുള്ള നല്ല കാര്യമല്ലേ. ഞാനെന്തായാലും ഇവിടെ വരണവരോട് ഞാൻ പറയാം, പിന്നെ നോട്ടീസ് ബോർഡിൽ ഇട്ടേക്കാം. ആരെങ്കിലുമൊക്കെ വരാണെങ്കിൽ പറ്റേന്നേ. പിന്നെ ആരെയും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ മാഷേ. വേണ്ട, നമ്മൾ ആരും നിർബന്ധിക്കല്ല. ഇഷ്ടമുള്ളവർ പങ്കെടുക്കട്ടെ. ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും. മുന്നോട്ട് വെച്ച കാലിന് പിന്നോട്ടില്ല. ഞാൻ മാഷിനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, പൊതുവെ ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മാഷിന് ചെയ്ത് നിൽക്കാം. ആയിരം അടുപ്പത്തിലൊരു ചായ. ആ ഗോപിയെ, സുഖല്ലേ? സുഖം തന്നെ മാഷെ. അല്ല, പതിവില്ലാതെ എന്താ മാഷ് ചായക്കടയിലേക്ക്? അതെന്ത് വർത്താന ഗോപിയെത്താനാ പറഞ്ഞേ? മാഷിന് എന്താ ചായക്കടയിൽ വരാൻ പാടില്ലേ? അയ്യോ, അതുകൊണ്ടല്ല. മാഷ് സ്ഥിരമായി ചായക്കടയിൽ കാണാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ഞാൻ അങ്ങനെ ഹോട്ടലിൽ നിന്നൊന്നും ഭക്ഷണം കഴിക്കാറില്ല. പക്ഷെ ഞാൻ ഇന്നും ഇവിടെ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനാണ്. അതായത് നിങ്ങളൊരു സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അയ്യോ, മാഷ് എന്തിനാ അഭ്യർത്ഥിക്കണേ? എന്താ വെച്ചാൽ പറഞ്ഞോളൂ, നമുക്ക് ചെയ്യാം. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, എൻ്റെ ഭാര്യ ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞു വീണതും മരിച്ചതും അല്ല. ഇതിന് കാരണമായി ഡോക്ടർമാർ പറഞ്ഞത് പെട്ടെന്നുണ്ടായ കാർഡിയാക് അറസ്റ്റ് എന്നാണ്. കൃത്യമായ സമയത്ത് CPR എന്ന പ്രാഥമിക ശുശ്രൂഷ നൽകിയാൽ ഒരു പക്ഷേ ഇത്തരത്തിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്ന രോഗികൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതെന്താ ഈ CPR എന്ന് പറഞ്ഞ പ്രാഥമിക ശുശ്രൂഷ? CPR എന്താണെന്നും അത് എങ്ങനെ രോഗികൾക്ക് നൽകണമെന്നും വിശദമായി പഠിപ്പിച്ചു തരാൻ ഡോക്ടർമാർ തയ്യാറാണ്. 25 പേരുണ്ടെങ്കിലേ അവർ ക്ലാസ് നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു വരുന്നത്. നിങ്ങൾക്ക് എത്ര ആളെ സംഘടിപ്പിക്കാൻ പറ്റുമോ അത്ര ആളെ സംഘടിപ്പിച്ച് തരണം എനിക്ക്. 25 അല്ല, വേണമെങ്കിൽ 50 ആൾക്കാരെ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. മാഷ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ബാക്കി ആരും ഞങ്ങളേറ്റി. ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പ്രസിഡൻസി ക്ലബിൽ 10 മണിക്കാണ് ക്ലാസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ എളുപ്പമുള്ള സ്ഥലമാണ്. മാക്സിമം ആളുകളെ നിങ്ങൾ പങ്കെടുപ്പിച്ച് ആ സംരംഭം വിജയിപ്പിക്കുന്നതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ദേ മാഷ് വീണ്ടും സഹായം എന്ന് പറയണം. ഈ കാര്യത്തിനൊക്കെ സഹകരിക്കേണ്ടത് ഞങ്ങളുടെയും കൂടി ആവശ്യമല്ലേ മാഷേ? ഇനി ഇതുപോലത്തുള്ള ദുരന്തങ്ങൾ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത് മാഷെ? മാഷ് ധൈര്യമായിട്ട് പൊക്കോളൂ. ഈ നാട്ടിൽ നിന്ന് പരമാവധി ആൾക്കാരെ സംഘടിപ്പിക്കുന്ന കാര്യം ഞങ്ങളെ. Save the life with CPR. Save the life with CPR. CPR, the rhythm that resurrects. CPR, the rhythm that brings you back. അയ്യോ, അമ്മയ്ക്ക് വിശക്കണുണ്ടോ? ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി കിട്ടും, അന്നേരം നമുക്ക് കഴിക്കാം കേട്ടോ. ബിരിയാണി ഒന്നും ഉണ്ടെങ്കിലും ഫ്രൈഡ് റൈസ് എങ്കിലും ഉണ്ടാവും അമ്മ. അതെ. മാഷെ അവിടെ നിന്നേ, ഒരു കാര്യം പറയട്ടെ. ആരെ ക്ലാസ് എടുക്കണം? ഡോക്ടർ ആന്റണി കള്ളിയാണ്. പക്ഷെ ആണാണോ പെണ്ണാണോ? പേര് കേട്ടിട്ട് മനസ്സിലായി.
നമസ്കാരം. ഇന്നിവിടെ വന്നു ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാർക്ക് വേണ്ടി CPR-നെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകുന്ന ഡോക്ടർ ആൻ്റണി കള്ളിയത്തിന് നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഹാർദമായ സ്വാഗതം. കൂടാതെ CPR-നെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷഭരിതരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്കും എൻ്റെ ഹാർദമായ സ്വാഗതം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളപ്പോൾ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എങ്ങനെയാണുള്ളത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. നേരത്തെ ചേട്ടൻ എന്നോട് ചോദിച്ചല്ലോ, അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒരാളുടെ ദേഹത്ത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിനെ നമ്മൾ മാനിക്കിൻ എന്നാണ് പറയുക. ഇത് നമ്മളുടെ ഒരു ചെറിയ പോക്കറ്റ് മാസ്ക് ആണ്. അപ്പോൾ നമ്മൾ എസ്യൂം ചെയ്യുക ഇതാണ് കുഴഞ്ഞു വീണിട്ടുള്ള ആ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ കുഴഞ്ഞു വീണിട്ടുള്ള ആ ഒരു വ്യക്തി എന്ന് നമുക്ക് എസ്യൂം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ പേഷ്യൻ്റ് കുഴഞ്ഞു വീഴുകയാണെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ സീൻ സേഫ്റ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ഇൻ്റർവീൻ ചെയ്യാനായിട്ട് സ്ഥലം സേഫ് ആണോ എന്നുള്ളത് ഉറപ്പാക്കണം. അതാണ് ആദ്യത്തെ സീൻ സേഫ്റ്റി. ഇനി അടുത്തത് പേഷ്യൻ്റ് കോൺഷ്യസ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കണം. ചിലപ്പോൾ ഷുഗർ താഴ്ന്നിട്ട് വീഴാം, അല്ലെങ്കിൽ BP കുറഞ്ഞിട്ട് വീഴാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് വീഴാം. അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ കുട്ടികൾ വീഴുന്ന കണ്ടിട്ടില്ലേ? അതല്ല എന്ന് ഉറപ്പ് വരുത്തണം ആദ്യം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻ്റ് കോൺഷ്യസ് ആണോ അല്ലയോ എന്ന് നോക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എഴുന്നേൽക്കൂ, എണീക്ക്. പേഷ്യൻ്റ് അപ്പോഴും എണീക്കുന്നില്ല. അപ്പോൾ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണെന്നുള്ളത് ഉറപ്പായി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് പേഷ്യൻറ്റിൻ്റെ ആ ഒരു റെസ്പിറേറ്ററി പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. റെസ്പിറേഷൻ നോർമലി എങ്ങനെയാണ്? നമ്മളിങ്ങനെ ശ്വാസം വലിക്കുമ്പോൾ നമ്മുടെ നെഞ്ച് ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യും. അത് തന്നെ ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മളൊന്ന് താഴ്ന്ന് നമുക്ക് നോക്കണം. ഇതേ ലെവൽ വെച്ചിട്ട്, ഈ ഒരു ലെവലിൽ. അപ്പം മനസ്സിലാവുക ഈ നെഞ്ചിന് ഉയർച്ചയും താഴ്ചയും ഉണ്ടോ. അത് ഇല്ല എന്നും നമ്മൾ ഉറപ്പ് വരുത്തി, അല്ലെങ്കിൽ അത് മനസ്സിലായി അതില്ലെന്ന്. ഇനി അടുത്തത് പേഷ്യൻറ്റിന് പൾസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം. എന്നാലാണ് പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതെങ്ങനെ നമ്മൾ നോക്കും? ഇപ്പോൾ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക, സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഈ വിരലിൻ്റെ പൾസ് എടുക്കും, അല്ലെങ്കിൽ കൈയിൻ്റെ പൾസ് എടുക്കും. പക്ഷേ ഇവിടെ അത് വർക്കൗട്ട് ആവില്ല. കാരണം ഒരു കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് സിറ്റുവേഷനിലൊക്കെ മിക്കവാറും രക്തയോട്ടം ഈ ഭാഗത്തേക്കൊക്കെ വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഹൃദയത്തിലേക്ക് ഡയറക്റ്റായിട്ട് സപ്ലൈ ചെയ്യുന്ന കരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞൊരു ആർട്ടറി നമ്മുടെ കഴുത്തിന് ഇരു ഭാഗത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ 3 വിരലുകൾ ഉപയോഗിച്ച് ഈ നടുവിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് 3 പ്രാവശ്യം ഇവിടെ ഒരു ഗ്രൂവ് കാണും, അവിടെ അമർത്തുമ്പോൾ നമുക്ക് 10 സെക്കൻഡ് വെക്കുക. ഈ 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് പൾസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പാണ് പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റിലാണ്. അതിനും 10 സെക്കൻഡും കൂടുതൽ വെക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ചെയ്യേണ്ടത്, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പേഷ്യൻറ്റിൻ്റെ ശ്വാസമെടുപ്പും പ്രശ്നമാണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് പൾസും ഇല്ല. അപ്പോൾ തീർച്ചയായും പേഷ്യൻ്റ് കാർഡിയാക് അറസ്റ്റിലാണ് എന്നുള്ളത് മനസ്സിലായി. ഉടൻ തന്നെ ഇപ്പം നമ്മൾ ചെയ്തത് പേഷ്യൻറ്റിനെ വിളിച്ചു, കാർഡിയാക് അറസ്റ്റ് ആണോ നോക്കി, ഉടൻ തന്നെ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കോൾ ഫോർ ഹെൽപ്പ്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഉടനടി അത് അവരോട് പറയാം, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി വേഗം ആംബുലൻസ് വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ ഉടനടി പറഞ്ഞു വിടുക. വേഗം ആംബുലൻസ് വിളിക്കൂ, ഞാൻ CPR സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കൈയിൻ്റെ ഈ ഒരു ഭാഗവും കൊണ്ടാണ് നമ്മൾ CPR ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഈ കൈ വെച്ച് ഇങ്ങനെ വെച്ച് ചെയ്യാനും കുഴപ്പമില്ല, ഈ കൈ വെച്ച് ഇങ്ങനെ ചെയ്യുന്നതിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് ഇവിടെ നമ്മൾ എവിടെ വെക്കും? അതായത് പേഷ്യൻറ്റിൻ്റെ 2 നിപ്പിളുകൾ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആണ് നമ്മളുടെ ഈ കൈയിൻ്റെ ഈ ഭാഗം നമ്മൾ വെക്കുന്നത്. മിക്കവാറും ഈ സെൻറ്റർ ഭാഗത്തിലാണ്. അവിടെ വച്ചിട്ട് നമ്മൾ ഇങ്ങനെ കംപ്രഷൻ കൊടുക്കുകയാണ്. നമ്മൾ കംപ്രഷൻ കൊടുക്കുക എന്നാണ് പറയുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30.
30 കംപ്രഷൻസ് അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. 30 കംപ്രഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 30 കംപ്രഷൻ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പൊസിഷൻ പറഞ്ഞു, പക്ഷേ നമ്മൾ എത്ര ഡെപ്തിൽ നമ്മൾ താഴ്ത്തണം, ഒരു 5 സെൻറ്റിമീറ്റർ താഴുന്ന രീതിയിൽ. അതായത് നമ്മൾ ഒരുപാട് CPR കൊടുത്ത ഒരാൾക്കാണ് ഏകദേശം നമുക്ക് ആ ഒരു കണക്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇത്ര ആലോചിച്ചാൽ മതി, വല്ലാതെ ഡീപ്പായിട്ട് പോകരുത്, പക്ഷെ ആവശ്യത്തിന് ഒരു ഡെപ്തും കിട്ടണം, അല്ലെങ്കിൽ നമ്മളുടെ CPR വെറുതെ പാഴായി പോവുകയുള്ളൂ. അപ്പോൾ ഈ കൈ വെച്ച് കഴിഞ്ഞ് ഏകദേശം ഒരു 2.5 ഇഞ്ച് താഴുന്ന രീതിയിൽ 30 തവണ ഇങ്ങനെ ചെയ്യണം. നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗം എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ഒരിക്കലും വളയരുത്. ചിലരെ കണ്ടിട്ടില്ലേ ഇങ്ങനെ റീസസിറ്റേറ്റ് ചെയ്യുന്നത്, അതൊക്കെ തികച്ചും തെറ്റാണ്. നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഷോൾഡർ വളയാതെ തന്നെ ചെയ്യണം. അങ്ങനെ 30 തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, പേഷ്യൻറ്റിന് ശ്വാസം നിലച്ചു എന്നുള്ളത് നമുക്കറിയാം, ശ്വാസം കൊടുക്കാനുള്ള കാര്യങ്ങളാണ് അടുത്തതായി ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ ആ പേഷ്യൻറ്റിന് സെക്രീഷൻസ് വായിലുണ്ടാവും, ചിലപ്പോൾ നുരയും പതയുമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ മറ്റു കാര്യങ്ങളുണ്ടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ചുണ്ടോട് ചുണ്ട് മുട്ടിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ, അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഒരു മാസ്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് വായ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. പക്ഷെ അതിന് പകരം ഒരു തൂവാല മുഖത്ത് ഇടുക, അല്ലെങ്കിൽ ചിലർ ഇങ്ങനെ വെച്ച് ഊതാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു മാസ്ക് നമ്മൾ കൊടുക്കണം. എങ്ങനെ നമ്മൾ റെസ്പിറേഷൻ കൊടുക്കും? പേഷ്യൻറ്റിൻ്റെ തല, ഫോർഹെഡ് ഇങ്ങനെ താഴ്ത്തി, പേഷ്യൻറ്റിൻ്റെ ഈ താടി ഇതിങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ നാക്ക് പുറകിലോട്ട് വീണ് ശ്വാസനാളം കംപ്ലീറ്റ് ആയിട്ട് അടയാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു എയർവേയുടെ ട്രാക്ക് പൂർത്തിയാവാനാണ് ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനൊരു മാസ്കോ അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു തൂവാല വെച്ചിട്ടോ ശക്തമായി നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഊതുന്നു. 1 2 3 4 5 6 7 8 ഇതുപോലെ നമ്മൾ 5 തവണ ചെയ്യുക. 30 2 30 2 30 2 അങ്ങനെ 5 തവണ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ പൾസ് ഒന്ന് നോക്കാം. പൾസ് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മളുടെ CPR തുടരുക. അൺടിൽ ദ ആംബുലൻസ് കംസ്, അതായത് ആംബുലൻസ് നമ്മളൊരാളെ സഹായിക്കാനായിട്ട് വിളിക്കാനായിട്ട് വിട്ടില്ലേ, അപ്പോൾ അദ്ദേഹം വരുന്നത് വരെ, ഒരു ആംബുലൻസ് വരുന്നത് വരെ ഇത് നമ്മൾ തുടരണം. പക്ഷേ ഇതിൻ്റെ മറ്റൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരാൾക്ക് തന്നെ ഇത് കണ്ടിന്യൂസ്ലി ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒന്നിലേറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്വിച്ച് ഓൺ മാറാവുന്നതാണ്. നമ്മളുടെ ഇത് കഴിഞ്ഞ ഉടനടി മറ്റാൾക്ക് ഇത് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹെൽപ്പറായിട്ട് വന്നിട്ടുള്ള ആൾ വന്ന് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരേ ഒരാൾ തന്നെ കണ്ടിന്യൂസ്ലി ഒരുപക്ഷെ 30 മിനിറ്റോ, അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആംബുലൻസ് എത്താൻ കുറച്ച് വൈകുകയാണെങ്കിൽ 15 മുതൽ 30 മിനിറ്റ് ഒക്കെ ചെയ്യേണ്ടി വന്നാൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നിലേറെ ആൾക്കാരെ CPRന് കിട്ടിക്കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു CPR ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ഇതിൽ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു 5 മിനിറ്റോളം തലച്ചോറിലേക്ക് രക്തം എത്താതിരുന്നാൽ തലച്ചോറിലെ കോശങ്ങൾ നശിക്കുകയും പെർമനൻ്റ് ആയിട്ടുള്ളൊരു ബ്രെയിൻ ഡാമേജിനോ, അല്ലെങ്കിൽ അതൊരു പിന്നെ പൾസ് കിട്ടിയിട്ടും പേഷ്യൻറ്റിൻ്റെ കോൺഷ്യസ്നെസ് ഒരു കാലത്തും കിട്ടാത്ത ഒരു അവസ്ഥയ്ക്കും അത് കാരണമാകും. ഒരുപക്ഷെ വരുന്നത് വളരെ എക്വിപ്ഡ് ആയിട്ടുള്ള ആംബുലൻസസ് ആയിരിക്കും. ചില നല്ല ഹോസ്പിറ്റൽസിനൊക്കെ നല്ല ICU ആംബുലൻസ് ആയിരിക്കും. ചില ആംബുലൻസിൻ്റെ അകത്ത് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസുകൾ ഉണ്ടായിരിക്കും. അപ്പം അകത്ത് കയറ്റുന്ന മുറയ്ക്ക് തന്നെ അവർ വെന്റിലേറ്ററോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഘടിപ്പിച്ചിട്ട് പേഷ്യൻറ്റിനെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മളുടെ CPR. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സമയത്തിന് CPR തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് പേരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അത് നോക്കേണ്ടത് കാർഡിയാക് അറസ്റ്റ് ആണോ എന്ന് ഉറപ്പിക്കുക. അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒട്ടും അമാന്തിക്കാതെ നെഞ്ചിൽ കംപ്രഷൻ ആരംഭിക്കുക. ഇത്ര സെൻറ്റിമീറ്ററിൽ താഴ്ത്തുക എന്നുള്ളത് മറക്കരുത്. ബ്രത്ത് കൊടുക്കുക.
ഒരു കാരണവശാലും CPR ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിർത്തരുത് അൺടിൽ ദ ആംബുലൻസ് കംസ്. ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ICU ആംബുലൻസ് ഫെസിലിറ്റി ഉള്ള ഒരു ആംബുലൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു എന്താ പറയുക കണ്ടിന്യൂസ്ലി CPR അടിക്കുന്നൊരു മെഷീൻ അതൊക്കെ ഘടിപ്പിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ്ലീസ്റ്റ് ആംബുലൻസ് വരുന്ന വരെയെങ്കിലും നമ്മൾ CPR തുടരണം. റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ നമ്മളത് തുടരണം. ഒരുപക്ഷെ നമ്മളുടെ ഒരു CPR ആയിരിക്കാം ഒരുപക്ഷെ അയാൾക്ക് 20-30 വർഷം നീട്ടിക്കൊടുക്കാൻ ഒരു ചാൻസ് ഉള്ളത്. ദേശി ഒന്നാം തരം ക്ലാസ് ആയിരുന്നു കേട്ടോ. ആ സത്യമാണ്. ഒരു മാസം മുമ്പ് ഈ ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ തോമസ് ചേട്ടൻ്റെ മോൻ മരിക്കുമായിരുന്നോ? എന്തിനു പറയണു? കഴിഞ്ഞ ആഴ്ചയിലെ സരോജിച്ചിട്ട് ഒഴിഞ്ഞു വീണത് അതുണ്ടാവുമായിരുന്നോ? ശരിയാ. ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഇതിനൊക്കെ ക്ലാസ് കൊടുത്ത് ബോധവാന്മാരാക്കണം. ഇതൊക്കെ സർക്കാർ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇപ്പോഴെങ്കിലും ആ മാഷ് ഈ ക്ലാസ് സംഘടിപ്പിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. സത്യം. എല്ലാം പഠിച്ചിട്ടില്ലേ? നമ്മളെല്ലാം പഠിച്ചിരിക്കണിക്കാ. ഇവിടെ 4 BA നീ മാത്രമുള്ള ചക്കരളെ നമ്മുടെ അല്ല കേട്ടാ. ഓക്കെ അല്ലേ? പഠിച്ചിരിക്കണക്കാ. ഓക്കെ ഓക്കെ. അമ്മ ബിരിയാണി കിട്ടിയില്ലല്ലോ. നിനക്ക് ബിരിയാണി, അൽഫാം, ഫ്രൈഡ് റൈസ് എല്ലാം നിനക്ക് മേടിച്ചു തരാം. നീ ആരെ ചാറ്റ് ചെയ്തോണ്ടിക്കോടി. ആരെ ചാറ്റ് ചെയ്തോടി. ആരും ചാറ്റ്. ഞാൻ കണ്ടുപിടുന്ന ചാറ്റ് ചെയ്യണത്. വാ ഞാൻ ശരിയാക്കി തരാം. വീട്ടിലോട്ട് വാ. Save the life with CPR. Save the life with CPR. CPR, the rhythm that resurrects. CPR, the rhythm that brings you back. നമസ്കാരം മാഷേ. നമസ്കാരം. 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 നമസ്കാരം മാഷേ. നമസ്കാരം. സോറി കേട്ടോ മാഷേ, പരിപാടിക്ക് വരാൻ പറ്റിയില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് മോളുടെ വീട് വരെ ഒന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ്. പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മാഷേ? പരിപാടിയൊക്കെ നന്നായിരുന്നു, ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലാണ് വിജയിച്ചെന്നൊരു ഒരു സംശയം. അതെന്താ മാഷേ അങ്ങനെ? അത് കുറച്ചാളുകളൊക്കെ വളരെ സീരിയസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോട്ടൊക്കെ എഴുതിയിരിക്കണ്ടായിരുന്നു. കുറച്ച് പേര് മൊബൈൽ തോണ്ടിയിരിക്കുന്നുണ്ടായിരുന്നു, കുറച്ച് പേര് സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിനൊരു തോന്നല്. ഏതായാലും ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ മാഷേ. ഇപ്പോഴത്തെ കാലത്ത് ഇത്ര ആൾക്കാരെങ്കിലും വന്നല്ലോ, അത് തന്നെ വലിയ കാര്യമായിട്ട് മാഷ് വിചാരിക്കും. ഞാൻ കുറ്റം പറഞ്ഞതല്ല, വന്നവർക്ക് വേണ്ടത്ര ഗൗരവം ഉണ്ടായിരുന്നില്ല എന്നൊരു തോന്നല്. മാഷേ, ഒരു സാധാരണ ഡോക്ടർ വന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിലും ഇത്രയൊക്കെ ആൾക്കാരെ പ്രതീക്ഷിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഒരു പേര് കേട്ട ഡോക്ടർ വന്ന് എടുക്കണമായിരുന്നു ക്ലാസ്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഒരു സെലിബ്രിറ്റി വരികയാണെങ്കിൽ ഒരു മീഡിയ കവറേജും കൂടെ കിട്ടും. അതെ അതെ, സെലിബ്രിറ്റികൾ വെറുതെ വന്ന് നിന്നാൽ പോലെ ആളുകൾ മൊബൈലിൽ വീഡിയോ എടുത്ത് വൈറലാക്കുന്ന കാല. ഇപ്പൊ ഞാൻ ആ വഴിക്ക് ചിന്തിച്ചാലോ എന്ന് ആലോചിക്കുക. നല്ല ഐഡിയ മാഷെ. ആ വഴി മാഷ് ഒന്ന് നോക്ക്. സെലിബ്രിറ്റി ആകുമ്പോൾ മാധ്യമ ശ്രദ്ധയും കിട്ടും, ധാരാളം ആളുകളും വരും. എനിക്ക് സെലിബ്രിറ്റികൾ വലിയ പരിചയമൊന്നുമില്ല, ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടാൻ പറ്റുള്ളൂ. അതെ അതെ. അപ്പൊ ആ വഴിക്കൊന്ന് ചിന്തിച്ചു നോക്കാം. മുട്ടുവിൽ തുറക്കപ്പെടും എന്നല്ല ചൊല്ലേ. അതെ മാഷ്, കറക്റ്റാണ്. ഇനി മാഷ് ക്ലാസ് വെക്കുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കും, പറ്റുമെങ്കിൽ ഞാനും വരാം. ഞാൻ ഇതിനിടയ്ക്ക് സെലിബ്രിറ്റികളൊന്ന് പോയി കാണട്ടെ, കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമല്ല. അതെ അതെ. സൂപ്പർ സ്റ്റാർ അശോകരാജ് സാറിന്റെ അതല്ല ഇവിടെ വണ്ടിക്ക് അക്ഷരത്തിൽ വെച്ചേ, അത് നോക്കാണ്ടോ കയറിയാണ്. സാറിനൊന്ന് കാണാനാ? സാറിനെ കാണുന്നുണ്ട്. സാറിന്റെ കയ്യിൽ സിനിമ കാണുന്ന തിയേറ്ററിൽ പോയിരുന്ന് 10-15 പ്രാവശ്യം കാണാൻ പാടില്ലേ? എന്താ കാര്യം? വല്ല സംഭാവനയ്ക്കാണെങ്കിൽ ഇവിടുന്ന് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അല്ല, അതിനല്ല, അശോകരാജ് സാറിനെ ഒന്ന് നേരിൽ കാണാനാ. നേരിൽ കാണാൻ പറ്റില്ല. എന്താ കാര്യം നിങ്ങളുടെ? ഒരു പരിപാടിക്ക് ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമെന്ന് അറിയാനാ. സാർ ഇപ്പൊ ഷൂട്ടിങ്ങിന് ഇറങ്ങേണ്ട സമയമുണ്ട്. തന്നെ പോലുള്ള പിച്ചക്കാർ ഇവിടെ കിടന്ന് മാറ്റം കിടക്കണ കഴിഞ്ഞാൽ എന്റെ ജോലി പോകും. അപ്പോ ചെല്ലേ ഇവിടെ നോക്ക്. ശരി എന്നാ.
ഓഹോ ഓ ഓ ഓ ശരി അത് ശരി ആ മനസ്സിലായി പറഞ്ഞോ. ആ റോബർട്ട് സാർ നാളെ ഒന്ന് ഗൾഫിൽ പോലും ഒരാഴ്ച പുള്ളി അവിടെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പുള്ളി അവിടെ നിന്ന് US പോകും. അവിടെ മലയാളി അസോസിയേഷൻ എന്ന സ്വീകരണം എന്ന പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സിംഗപ്പൂറാണ്. അവിടെ ഒരു പാട്ടിൻ്റെ സോങ് ഷൂട്ടിങ് കുറച്ച് പെൻഡിങ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ UK പോകും. അവിടെ ഇതുപോലെ എന്താ മലയാളി അസോസിയേഷൻ എന്ന പരിപാടികളൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് സിംഗപ്പൂർ പോകും. ഒരാഴ്ച ചെറിയൊരു ചില്ലിങ്. അത് കഴിഞ്ഞേ പുള്ളി തിരിച്ചു വരുള്ളൂ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം എന്നെ ഒന്ന് കാണ് സ്ക്രിപ്റ്റായിട്ട്, എന്നിട്ട് എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാറിനോട് പറയാം. അങ്ങനെ നമുക്ക് സാറ് വന്ന് കഴിയുമ്പോഴേ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഇനി ഇതും പറഞ്ഞുകൊണ്ട് ഇനി വിളിക്കാൻ നിൽക്കണ്ട. ഓക്കെ? ശരി 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 ഓക്കെ. ആ ആരാണ് എന്താണ്? എനിക്ക് റോബർട്ട് സാറിനെ ഒന്ന് കാണണമായിരുന്നു. റോബർട്ട് സാർ ആരെയും നേരിട്ട് കാണാറില്ലല്ലോ. എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളാം. ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്. CPRുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിന് സാറിന് ക്ഷണിക്കാൻ വന്നതാണ്. CPRോ? അതെന്താ? ആ എന്തേലും ആട്ടെ. ഈ മാസം അടുത്ത മാസം പകുതി വരെ സാറിന് ഡേറ്റ് ഇല്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് മതിയെങ്കിൽ കാര്യം പറഞ്ഞോ. ഞങ്ങൾക്ക് കുറച്ച് സമയത്തേക്ക് വേണ്ടോ. CPRന്റെ ക്ലാസ്സിൽ സാറൊന്ന് വന്ന് പങ്കെടുക്കണം. ആയിക്കോട്ടെ, എന്നത്തേക്കാണ് നിങ്ങൾക്ക് ഡേറ്റ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാൻ സാറിനോട് സംസാരിച്ച് ശരിയാക്കി തരാം. എന്നത്തേക്കാണ് ഡേറ്റ് വേണ്ടതെന്ന് പറയൂ. എന്നായാലും വേണ്ടില്ല, സാറിന് സൗകര്യമുള്ളൊരു ഡേറ്റ് തന്നാൽ മതി. ആയിക്കോട്ടെ, ഞാൻ ഷെഡ്യൂൾ നോക്കിയിട്ടേ അവൈലബിൾ ആയിട്ടുള്ള ഒരു ദിവസം അറിയിക്കാം. വളരെ സന്തോഷം. സാറിനെ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം. ഓക്കെ ഓക്കെ. സാറിൻ്റെ കണ്ടീഷൻസ് ഒക്കെ അറിയാലോ അല്ലേ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണാൻ വരുന്നതേ. കണ്ടീഷൻസ് ഇത്രേ ഉള്ളൂ. എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഈ പരിപാടിയെ പറ്റിയുള്ള പോസ്റ്റർ ഉണ്ടായിരിക്കണം. അതിൻ്റെ അകത്ത് സാറിൻ്റെ ഒരു ഫുൾ ഫിഗറും ഒരു ക്ലോസപ്പും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വേറൊരാളുടെ ഒരു ഫോട്ടോയും പാടില്ല. പിന്നൊരു കാര്യം, പരിപാടിയുടെ അന്ന് പത്രത്തിലൊരു ഹാഫ് ഷീറ്റ് പരസ്യം വേണം. അതിനകത്തും സാറിൻ്റെ ഒരു ഫുൾ ഫിഗറും വലിയൊരു ക്ലോസപ്പും വരണം. വേറെ ആരുടെയും പടം വരാൻ പാടില്ല. ഇത് ഓക്കെ ആണെങ്കിൽ അഡ്വാൻസ് വന്നിട്ട് പോയിക്കോളൂ. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപ വേണ്ടി വരും? മൊത്തം 25 ലക്ഷം രൂപയാണ്. അതിൽ 50% അഡ്വാൻസ് ആയിട്ട് വേണം. അത് ക്യാഷ് ആയിട്ട് തന്നെ വേണം. 25 ലക്ഷം രൂപയോ? അത്ര രൂപയൊന്നും ഞങ്ങളുടെ കയ്യിലെടുക്കാനില്ല. ഇതൊരു സോഷ്യൽ അവയർനെസ് പരിപാടിയല്ലേ. എന്ത് അവയർനെസ് ആണെങ്കിലും വേണ്ടില്ല. സാറ് പൈസ കുറയ്ക്കുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ വേണമെങ്കിൽ എൻ്റെ കെയർ ഓഫിൽ ഒരു 50,000 ഞാൻ കുറച്ച് തരാം. അപ്പോൾ ഒരു 12 ലക്ഷം രൂപ ഇപ്പോൾ അഡ്വാൻസ് വന്നിട്ട് പോയിക്കോളൂ. ബാക്കി പരിപാടിയുടെ തലേദിവസം കിട്ടിയിരിക്കണം. അതും ഫുൾ ക്യാഷ് ആയിട്ട്. ഇല്ലെങ്കിൽ സാർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ശരി എന്നാ, എനിക്ക് കുറച്ച് തിരക്കണ്ടേ. ഹലോ. ആ ആ മാഷേ, ഈ സിനിമാ നടന്മാരെ അന്വേഷിച്ച് നടന്ന യാത്ര എവിടെയും വരെ? സത്യം പറഞ്ഞ യാത്ര എങ്ങും എത്തിയില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ ഞാൻ കുറച്ചു പേരൊക്കെ കാണാൻ പോയി. പക്ഷെ ഒരു രക്ഷയില്ല. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, സാമ്പത്തികം തന്നെ. വലിയ വലിയ തുക അവർ ചോദിക്കുന്നത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ഇത് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നുള്ളത് അവർ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? എന്ത് സാമൂഹ്യ പ്രവർത്തനം? അവര് പൈസ കിട്ടാണ്ട് അവരെ സ്പോട്ടിൽ നിന്ന് അനങ്ങില്ല. എൻ്റെ മാഷേ, പഴയ കാലമൊന്നുമല്ല. പൈസ കൊടുക്കാണ്ട് ഒരു പരിപാടിയും നടക്കൂല. കാലങ്ങളൊക്കെ മാറിപ്പോയി. സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയണതേ കടലാസിൽ മാത്രമേ ഉള്ളൂ. ഒരാൾ മുന്നിട്ട് ഇറങ്ങുമ്പോൾ അയാളുടെ ലക്ഷ്യം അയാൾക്ക് എന്ത് കിട്ടും എന്നുള്ള നോട്ടം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയേ. വേണു മാഷ് സ്കൂളിൽ പിള്ളേരെ ബോധവൽക്കരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആളാണല്ലോ. അതെ അതെ. അപ്പൊ പിന്നെ നമ്മുടെ ഈ സംരംഭം പിള്ളേരിക്കൂടെ അങ്ങനെ നടപ്പാക്കിയാൽ എന്താ കുഴപ്പം? അത് ശരിയാണല്ലോ. പിള്ളേരെ ബോധവൽക്കരിച്ച് നമ്മുടെ ഈ സംരംഭം അവരിൽ കൂടെ നടപ്പാക്കുക. അപ്പൊ പിന്നെ സിനിമാ നടന്മാരെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അത് ശരിയാ. ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കണം. ഞാൻ ചിന്തിച്ചില്ല അത്രയും. നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളാണല്ലോ. അതെ. ആ വിദ്യാർത്ഥികൾക്ക് ഇതിനെ കുറിച്ച് അവയർനെസ് കൊടുത്താലേ നമ്മുടെ നാടിന് വലിയൊരു ഗുണം ചെയ്യും. അതെ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം മാഷേ. ഒരു കുട്ടീനെ നമ്മൾ ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കാം. ആ പഠിപ്പിച്ചു കഴിയുമ്പോൾ അത് അവരുടെ പേരൻസിലേക്ക് എത്തും. അതെ. അത് കഴിഞ്ഞിട്ട് അത് അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ചെല്ലും.
അവര് എല്ലാവരും പറഞ്ഞ് പ്രചരിപ്പിച്ച് കഴിയുമ്പോൾ സമൂഹത്തില് ഇത് മൊത്തം അങ്ങോട്ട് പരക്കും ഇല്ലേ? അപ്പോ നമ്മള് അവസാനം ലക്ഷ്യസ്ഥാനത്ത് നമ്മളെത്തും. ശരിയാ. അതാണ് ശരി. അപ്പൊ പിന്നെ നമ്മള് സിനിമാ നടന്മാരെ അന്വേഷിച്ച് നടക്കേണ്ട വല്ല കാര്യമില്ല. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നിങ്ങളുടെ തോട്ട് ഓഫ് ദി ഡേയിൽ CPR എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ പത്രങ്ങളിലും മീഡിയകളിലൂടെ ഒക്കെ അറിഞ്ഞു കാണും. വഴിയൊരിക്കൽ, കളിസ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലൊക്കെ ആവട്ടെ, പെട്ടെന്ന് ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവത്തെക്കുറിച്ച് ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? പെട്ടെന്ന് കുഴഞ്ഞു വീണുണ്ടാകുന്ന മരണങ്ങൾ ഒഴിവാക്കാൻ നൽകുന്ന ഏക ശുശ്രൂഷയാണ് CPR. CPR നൽകാതെ കുഴഞ്ഞു വീണ രോഗിയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ രക്ഷപ്പെടണമെന്നില്ല. എന്നാൽ CPR നൽകിക്കൊണ്ട് ഈ രോഗിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ആ രോഗി രക്ഷപ്പെട്ടേക്കാം. ഈ CPRനെ കുറിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ റാലിഫ് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നൽകുന്നതായിരിക്കും. നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ ഡോക്ടറെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ മുഹമ്മദ് അലിഫ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു രോഗിക്ക് CPR കൊടുക്കാമെന്നുള്ളതാണ്. നേരത്തെ വേണുമാഷ് പറഞ്ഞ് നിങ്ങൾ കേട്ടു, നമ്മളുടെ സാഹചര്യത്തിൽ പല സമയത്തും നമ്മളുടെ കൺമുന്നിൽ വെച്ച് പലരും ഇതുപോലെ കുഴഞ്ഞു വീണ് കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എങ്ങനെ അവരുടെ ജീവൻ രക്ഷിക്കൂ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു രോഗി കുഴഞ്ഞു വീണ് കിടക്കുകയാണ്. ചിലപ്പോൾ എന്തായിരിക്കും, ആ രോഗി ചിലപ്പോൾ ഒരു സേഫ് ഏരിയയിലായിരിക്കില്ല, ചിലപ്പോൾ റോഡിൻ്റെ റോഡിലായിരിക്കും, ചിലപ്പോൾ തീ അല്ലെങ്കിൽ വല്ല കെട്ടിടത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടുത്ത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഈ രോഗി വീണ് കിടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ജീവനും സേഫ്റ്റി കൊടുക്കണം. അപ്പോൾ എന്ത് വേണം? ഈ രോഗിയെ നമ്മൾ ആദ്യം ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിക്കിടത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ തൊട്ടടുത്തുള്ള ആരെങ്കിലോടും നമ്മൾ സഹായം ചോദിക്കണം. നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലോടും സഹായത്തിന് വേണ്ടി വിളിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഈ രോഗിക്ക് റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് കണ്ണ് തുറക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ണ് തുറക്കുന്നുണ്ടോ എന്ന് നോക്കണത്? ആളെ തട്ടി വിളിക്കണം. എങ്ങനെ തട്ടി വിളിക്കുന്നത്? നമ്മൾ വെറുതെ ഇങ്ങനെ തൊടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഹലോ ഹായ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. ആൾക്ക് വേദന വരുന്ന രീതിയിൽ നല്ല ഈ തോളിൻ്റെ ഇവിടെ നമ്മൾ ആഞ്ഞടിക്കണം. ഹലോ ഓക്കെ ആണോ എന്ന് ചോദിച്ച് നന്നായിട്ട് അടിച്ചു നോക്കുക. അപ്പോൾ റെസ്പോൺസ് ഒന്നും വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അടുത്തത് പൾസ് നോക്കണം. പൾസ് നോക്കുക. എവിടെയാണ് നമ്മൾ പൾസ് നോക്കുന്നത്? നമുക്ക് കയ്യിൽ നമുക്ക് പൾസ് നോക്കാം. വേറെ പല പൾസ് കിട്ടുന്ന പല സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എവിടെയാ? ഈ കഴുത്തിൻ്റെ ഇവിടെ നമ്മളുടെ കരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിലേക്ക് 2 ആർട്ടറി പോകുന്നുണ്ട്. രക്തക്കുഴലുകൾ നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്നുണ്ട്. ഈ രക്തക്കുഴലിലാണ് നമ്മൾ പൾസ് നോക്കേണ്ടത്. ഓക്കെ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആളുകളെ സഹായത്തിന് വിളിച്ചിട്ട് അവർ വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മൾ ഉടനെ തന്നെ മെഡിക്കൽ ടീമിനെ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വിളിക്കാനായിട്ട് നമ്മൾ അവരോട് പറയണം. അപ്പോൾ അവർ ഈ വിളിക്കേണ്ടത് എങ്ങനെയാണ്? മെഡിക്കൽ ആംബുലൻസ് സർവീസിനെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറയുക, ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു രോഗി ഒരാൾ റെസ്പോൺസ് ഇല്ലാതെ കിടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് മെഡിക്കൽ ടീം ഇങ്ങോട്ട് വരണമെന്ന് നമ്മൾ ഫോണിൽ പറയാം. ഇത് നമ്മൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഫോൺ എടുത്ത് ഓണാക്കി ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. പൾസ് ഉണ്ടോ എന്ന് നോക്കണം. പൾസ് എത്ര നേരം നമ്മൾ നോക്കണം? മാക്സിമം നമ്മൾ 10 സെക്കൻഡേ നമ്മൾ പൾസ് നോക്കാവുള്ളൂ. പൾസ് കിട്ടിയില്ലെങ്കിൽ എന്താണ്? അടുത്ത നിമിഷം നമ്മൾ CPR കൊടുക്കണം. അപ്പോൾ CPR കൊടുക്കുന്നതിൻ്റെ രീതിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ CPR കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത്, നമുക്ക് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ആണ്. അവരുടെയാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയും. അപ്പോൾ അതിലാണ് അവരാണ് നമ്മൾക്ക് CPR എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായ ഒരു ഗൈഡ് ലൈൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പോലെ തന്നെ ആദ്യം സീൻ സേഫ്റ്റി, നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് മാറ്റുക. എന്നിട്ട് രണ്ടാമത് നമ്മൾ ആരെങ്കിലും അടുത്ത് സഹായത്തിന് വിളിക്കുക. പിന്നെ പേഷ്യൻ്റെ റെസ്പോൺസ് ഞാൻ പറഞ്ഞ പോലെ തട്ടി നോക്കുക. റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
പൾസ് നോക്കണം. പൾസ് ഇല്ലെങ്കിൽ CPR സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ CPR എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മളുടെ കൈ രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് നമ്മളുടെ ഈ കൈ മറ്റേ കൈയുടെ മുകളിൽ കോർത്ത് പിടിക്കുക. കോർത്ത് പിടിച്ചിട്ട് നമ്മളുടെ ഈ കൈയുടെ ഈ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ CPR കൊടുക്കേണ്ടത്. അപ്പോൾ CPR കൊടുക്കുന്ന ലൊക്കേഷൻ എവിടെയാണ്? നമ്മളുടെ നെഞ്ചിൻ്റെ ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഡമ്മി എങ്കിൽ, നമ്മൾ ആളെങ്കിൽ നമ്മളുടെ ഈ നെഞ്ചിൻ്റെ താഴേന്ന് ഇവിടുന്ന് 2 വിരലും മുകളിലായിട്ട്, അതായത് ഈ ഒരു പൊസിഷൻ, ഇതാണ് നമ്മളുടെ സ്റ്റേണം എന്ന് പറയുന്ന എല്ലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ എല്ലിൻ്റെ ഈ എല്ലയിൽ നമ്മൾ കറസ്പോണ്ടിങ് ടു ദ നിപ്പിൾ, അതായത് ഈ ഇതിൻ്റെ 2 ഫിംഗർ ബ്രെഡ്ത്ത് മുകളിലായിട്ട് ഇവിടെ നമ്മളുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങനെ നിൽക്കുക. നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാണ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു BLS, അതായത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ആ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ട ഒരു ഗുഡ് ക്വാളിറ്റി CPR ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ കൊടുക്കേണ്ട CPRന് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്നെന്താണ്, നമ്മൾ കൊടുക്കുമ്പോൾ പുഷ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ്, നല്ല അമർത്തി ഫാസ്റ്റായിട്ട് ഞെക്കുക. അപ്പോൾ ഈ ഞെക്കുന്ന കംപ്രഷൻ കൊടുക്കുന്നതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്? നമ്മൾ 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിലാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ 30 കംപ്രഷൻസ് നമ്മൾ കൊടുക്കണം. 100 to 120 കംപ്രഷൻസ് പെർ മിനിറ്റ് എന്നുള്ള കണക്കിൽ. ഈ കംപ്രഷൻ കൊടുക്കുമ്പോൾ എന്താണ്, നമ്മൾ ഈ ഇവിടെ അമർത്തുമ്പോൾ ഈ ഡെപ്ത് താഴേക്ക് പോകേണ്ടത് ഒരു 5 സെൻറ്റിമീറ്റർ എങ്കിലും ഡെപ്തിൽ താഴെ കംപ്രഷൻ പോകണം. എന്നാലേ നമ്മളുടെ ഹാർട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രഷർ എത്തുള്ളൂ, ഹാർട്ട് കംപ്രഷൻ നടക്കുകയുള്ളൂ. പിന്നെന്താണ്, നമ്മൾ കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞെക്കി പിടിക്കരുത്. ഇത് ഫുള്ള് റീകോയിൽ ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കണം. അതായത് ചെസ്റ്റ് തിരിച്ച് വികസിച്ച് വരണം. എന്നിട്ടേ നമ്മൾ അടുത്ത കംപ്രഷൻ കൊടുക്കാവുള്ളൂ. അടുത്ത ക്രൈറ്റീരിയ എന്താണ്, നമ്മൾ കൊടുക്കുന്ന കംപ്രഷൻ കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നിർത്തരുത്. നമ്മൾ കണ്ടിന്യൂസ്, ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂങ്കിൽ നമ്മൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുക. അതല്ല, കൂടെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ മാറിയിട്ട് അടുത്ത ആൾ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതുപോലെ 30 കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കണം. മൗത്ത് ടു ബ്രീത്തിങ് കൊടുക്കണം എങ്ങനെയാണ്? നമ്മൾ പതുക്കെ വാ തുറന്ന് കഴുത്തൊന്ന് അകത്തി പിടിച്ചിട്ട് മൂക്കടച്ച് വെച്ച് നമ്മളിങ്ങനെ ഒന്നല്ലെങ്കിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ തുറന്ന് പിടിച്ചിട്ട് നമുക്ക് മൗത്ത് ടു മൗത്ത് കൊടുക്കാം. കൊടുക്കുമ്പോൾ നമ്മൾ ചെസ്റ്റിലേക്ക് നോക്കിയിട്ട് വേണം നമ്മൾ കംപ്രഷൻ കൊടുക്കുക. നമ്മളുടെ നോട്ടം ഇങ്ങോട്ടേക്കായിരിക്കണം, കാരണം ചെസ്റ്റ് അനങ്ങുന്നുണ്ടോ എന്നുള്ളത്. ഇതേപോലെ തന്നെ 30 എണ്ണം 5 പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഈ 5 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ പിന്നെ പൾസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പൾസ് നോക്കേണ്ടത്. ഈ പൾസ് നോക്കിയിട്ട് പൾസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും CPR കൊടുത്തുകൊണ്ടിരിക്കണം. എത്ര നേരം കൊടുക്കണം? പൾസ് വരുന്ന വരെ നമ്മൾ CPR കൊടുക്കണം. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടീം വന്ന് നമ്മളുടെ CPR ടേക്ക് ഓവർ ചെയ്യുന്ന സമയം വരെ നമ്മൾ CPR കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മൾ നോക്കി നിൽക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഈ രോഗിയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത 2 മുതൽ 3 ഇരട്ടി വരെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒരു CPR കൊടുത്താൽ. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിൽ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തിയും ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യില്ലേ CPR എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും കൊടുക്കില്ലേ? Save the life with CPR. Save the life with CPR. CPR, the rhythm that resurrects. CPR, the beat that brought you back. Save the life with
CPR, CPR, the rhythm that resurrects. CPR, the beat that brought you back. Save the life with CPR. Save the life with CPR. CPR, the rhythm that resurrects. CPR, the beat that brought you back. Save the life with CPR. Save the life with CPR. CPR, the rhythm that resurrects. CPR, the beat that brought you back.